ശരത്തിപ്പോൾ ഹരിപ്പാട്ടെ മുരാരി ബാബുവിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുരാരി ബാബു ഓഫീസിലുണ്ടോ? സ്മൃതി, നിലവിൽ മുരാരി ബാബു ഈ സസ്പെൻഷന് പിന്നാലെ വീട്ടിലാണുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഹരിപ്പാട് ക്ഷേത്രത്തിന് സമീപമുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ മാർച്ച് തർക്കത്തിലേക്കും മുന്തുന്തളിലേക്കും ഒക്കെ തന്നെ എത്തിയിരുന്നു. പിന്നാലെ ഈ സമീപത്തെ ഈ ബാരിക്കേഡ് കിട്ടിയ പോസ്റ്റ് മറിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. നിലവിൽ അത് മറിഞ്ഞു നിൽക്കുകയാണ്, വീണിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ പ്രതിഷേധം ഒന്ന് തണുത്തെങ്കിലും നിലവിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇത് തടയാനായി പോലീസ് ഇവിടെ ബാരിക്കേഡ് കെട്ടിയിരുന്നു. ആ ബാരിക്കേഡ് കെട്ടിയ ഒരു പോസ്റ്റിനോടായിരുന്നു ഈ ബാരിക്കേഡ് കെട്ടിയത്. ആ പോസ്റ്റാണ് ഇപ്പോൾ എന്തായാലും ഈ വീഴാൻ നിൽക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ പ്രവർത്തകരും പോലീസുകാരും ഇപ്പോൾ ഈ പോസ്റ്റ് ഉയർത്തി അത് സാധാരണ നിലയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അപകടകരമായ നിലയിലാണ് നിലവിൽ ഈ പോസ്റ്റ് ഉള്ളത്. കാരണം ഇത് വിട്ടുപോയാൽ ഒരുപക്ഷെ ആ പ്രവർത്തകർ താങ്ങിയിട്ടില്ലെങ്കിൽ അത് ഈ റോഡിലേക്ക് മറിഞ്ഞു വീഴും. ഈ ഉന്തും തള്ളും ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ബാരിക്കേഡ് കിട്ടിയ കയർ ഉൾപ്പെടെ വലിഞ്ഞു നീങ്ങിയതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് ഇത്തരത്തിൽ മറിഞ്ഞ് വീഴാൻ പാകത്തിന് നിൽക്കുന്നത്. ഇപ്പോൾ ചെരിഞ്ഞ് നിൽക്കുകയാണ്. പോസ്റ്റ് മറിഞ്ഞ് വീണിട്ടില്ല, പക്ഷേ ഈ അപകട നിലയിലാണ് നിലവിൽ ഈ പോസ്റ്റ് ഉള്ളത്. അതേസമയം ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് പ്രവർത്തകർ ഈ നിലവിൽ പോസ്റ്റ് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തകർ സഹകരിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധം ഒരു ഭാഗത്ത് സഹകരിച്ച് നടത്തുകയാണ്. ഒന്ന് ആലപ്പുഴ ഹരിപ്പാട് നിന്നുള്ള ദൃശ്യങ്ങൾ, അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അപ്പുറത്ത് ബിഗ് ഹൌസിന് മുന്നിലേക്ക് BJPയുടെ പ്രതിഷേധമാണ്. BJPയുടെ മാർച്ചാണ് കാണുന്നത്. ശബരിമല സ്വർണ്ണപ്പാളിയിൽ തെരുവിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ശരത്തിപ്പോൾ ആലപ്പുഴയിൽ പ്രതിഷേധത്തിന് വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പോസ്റ്റ് വീഴാതെ പിടിച്ചു വെക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ പോസ്റ്റ് ഒന്ന് നേരെയാക്കിയിട്ട് വേണം പ്രതിഷേധം തുടങ്ങാൻ, അല്ലേ? അതാണ് നിലവിൽ ഈ പ്രതിഷേധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ്, അതായത് ഈ ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒന്നും തള്ളുണ്ടായി. അങ്ങനെ ഈ പോസ്റ്റ് ചരിഞ്ഞ് വീഴാൻ പാകത്തിൽ നിൽക്കുകയായിരുന്നു. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ പോസ്റ്റ് പിടിച്ചു വെക്കുകയും ഇത് വീഴാതിരിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുകയാണ്. ഇതിനുശേഷം പ്രതിഷേധം ശക്തമാക്കാം എന്ന നിലപാടിലാണ് പ്രവർത്തകരുള്ളത്. എന്തായാലും ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവർ ഈ പ്രതിഷേധവുമായി വന്നതിന് പിന്നാലെ ചാണകവെള്ളം തളിച്ച ശേഷം അത് ചൂലുകൊണ്ട് കഴുകി മാറ്റുന്ന ആ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു തുടങ്ങിയത്. പിന്നാലെ ഉന്തും തള്ളുമുണ്ടായി. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ ഈ പോസ്റ്റ് സമീപത്ത് ഈ ബാരിക്കേഡ് കെട്ടിയ പോസ്റ്റ് അത് ചരിയുകയായിരുന്നു. നിലവിലിപ്പോൾ ചരിഞ്ഞ് അത് വീഴാൻ പാകത്തിൽ അല്ലെങ്കിൽ അപകടകരമായ നിലയിൽ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ പ്രവർത്തകരും പോലീസുകാരും ഒക്കെ തന്നെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. നിലവിൽ എന്തായാലും അപകടകരമായ നിലയിൽ പോസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രതിഷേധം നിലവിൽ ശക്തമായിട്ട് ഒരു ഭാഗത്ത് തുടരുന്നുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവർ പ്രതിഷേധത്തിൽ നിന്ന് മാറി അപകടകരമായ നിലയിൽ പോസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് പിടിച്ചു നിർത്തുന്ന നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. നിലവിൽ എന്തായാലും പ്രതിഷേധക്കാരൊക്കെ തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുണ്ട്. പ്രവീൺ, പ്രതിഷേധം ഏത് നിലയിലാണ് മുന്നോട്ട്? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പ് തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ നിന്ന് ഏകദേശം 50 മീറ്റർ ദൂരെയാണ് ദേവസ്വം കമ്മിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ്, മുരാരി ബാബു ഇരുന്ന ഓഫീസാണ്. അപ്പോൾ ഇവിടെ ഇത് വളരെ ലാഘവത്തോടു കൂടി ഞങ്ങൾ ഇത്ര സമരക്കാരുണ്ടാവുന്നിരിക്കെ തന്നെ ഒരു ബാരിക്കേഡ് പോലും വെക്കാതെ ഈ സമരത്തെ ഇത്തരത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇത് സ്വാഭാവികം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുമായി ഉന്നതങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ പോസ്റ്റ് മറിഞ്ഞ് താഴെ വീഴുകയാണ്. ഈ ഉന്നതങ്ങളിൽ പോലും ഈ പോസ്റ്റ് താഴേക്ക് വീഴുന്ന സാഹചര്യം. അതെ, തീർച്ചയായിട്ടും ചരിഞ്ഞിരിക്കുന്ന പോസ്റ്റ് കൊണ്ട് ഇത് കെട്ടുമ്പോൾ പോലീസുകാരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അപ്പൊ നമ്മളിത് 50 മീറ്റർ അപ്പുറത്തുള്ള ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മുരാരി ബാബു എന്ന് പറയുന്ന ആ കള്ളക്കൊടി ക്രിമിനൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ പോലീസുകാർ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു വടവും വെച്ച് ബാരിക്കേഡ് വലിച്ചു കെട്ടിയത്. തീർച്ചയായിട്ടും ഇതൊരു അപകടകരമായ സാഹചര്യമാണ്. ഇത് കൃത്യമായി ഇടപെട്ടതുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ അടക്കം നിന്നുകൊണ്ടാണ് വീണ്ടും ഈ സമരത്തെ ഇത്ര ലാഘവത്തോടു കൂടി കാണേണ്ടിയിരുന്നില്ല. ഇത് നല്ല രീതിയിൽ ബാരിക്കേഡ് വെച്ച് ഇതിനെ തടയുവാനായിട്ട് അപ്പുറത്ത് സ്ഥലമുണ്ടെന്നിരിക്കെ ഇവിടെ വെച്ച് തടയേണ്ട ഒരു കാര്യമില്ല. അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ വാതിൽക്ക് വെച്ച് ഇത് മനഃപൂർവ്വം ഈ സമരത്തെ തീർക്കുവാൻ വേണ്ടി, ഈ സമരം അങ്ങോട്ട് കടക്കാതിരിക്കാൻ 50 നിങ്ങൾക്കറിയാം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ അവിടെ സുരക്ഷിതമായി കെട്ടാം നിരവധിയായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നിരിക്കെ ഇവിടെ ഇത് കൊണ്ടുവച്ച് ഇങ്ങനെ വെക്കുന്നത് ഈ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ടുവച്ച് സമരത്തെ തണുപ്പിക്കാനാണ്. അപ്പോ ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി നടക്കുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ കേരളത്തിലെ പോലീസ് ഇവർക്ക് കുടപിടിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ നമുക്കറിയാം പോലീസ് നിങ്ങൾക്കറിയാം വിരലെണ്ണാവുന്ന 10 പോലീസുകാരാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനെ നേരിടുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ഇത് തടയുവാനായിട്ടുള്ള ബുദ്ധി ആരുടേതാണെന്ന്
നമുക്ക് കൃത്യമായി നോക്കിയാൽ മനസ്സിലായി. ഇപ്പോൾ പലരും വന്ന് ഇവിടെ വന്ന് പറയുന്നത് ക്ഷേത്രത്തിന് മുമ്പിലാണ് ഇവിടെ വെച്ച് ഈ ഇങ്ങനെ സംഘർഷം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവരോട് നേരത്തെ സൂചിപ്പിച്ചതാണ് ആ പ്രദേശം ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ഇത് കെട്ടാൻ നല്ല സ്ഥലവും മരവും അതുപോലെയുള്ള വൃക്ഷങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇങ്ങോട്ട് വെച്ച് ഇത് സമരം ഈ നടയുടെ മുമ്പിൽ വെച്ച് തടയാൻ ശ്രമിച്ചത് എന്തിനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമരം ഇത് അവസാനിപ്പിച്ച് പോകുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഇത് വളരെ ലാഘവത്തോടു കൂടി പോലീസ് ഈ വിഷയം കാണുന്നു. ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ സ്വർണ്ണ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇന്ന് ഈ സമരത്തെ നേരിട്ട രീതി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ വേണ്ടത്ര ഒരു മുൻകരുതൽ പോലീസിൽ ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല, സമരത്തെ ലാഘവത്തോടെ കണ്ടു. ബാരിക്കേഡിന്റെ വടം കെട്ടിയത് ഈ പോസ്റ്റിനോട് ചേർത്താണ്. പോലീസിന്റെ കുഴപ്പമാണ്. പക്ഷേ ഇപ്പോൾ പോലീസിനെ സമരക്കാർ സഹായിക്കുന്നു. പ്രതിഷേധക്കാരെ തടയാനെത്തിയ പോലീസും പ്രതിഷേധക്കാരും ഒരുമിച്ച് ആ പോസ്റ്റ് താങ്ങി നിർത്തുകയാണ്, അപകടം ഒഴിവാക്കാൻ എന്നുള്ള ഒരു ഭംഗിയുള്ള കാഴ്ച കൂടിയാണ്. പ്രതിഷേധം മറ്റൊരു കാര്യത്തിലാണ്. ആ പ്രതിഷേധം അവിടെ നിൽക്കട്ടെ, തൽക്കാലം ആ പോസ്റ്റ് നേരെയാക്കട്ടെ എന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ആ പോസ്റ്റ് നേരെയാക്കാൻ ആളെത്തുന്നുണ്ടോ? നിലവിൽ ഈ സമരം നമ്മൾ വളരെ ലാഘവത്തോടൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ചെയ്യുന്നൊരു സമരമാണ്. ഇവിടെ ഹരിപ്പാട് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതുമാത്രമല്ല ഇവിടെ ഈ സ്റ്റോർ റൂമിൽ തന്നെ ഒരുപാട് ദേവന് സാധാരണ ഭക്തർ നൽകിയ ഒരുപാട് സാധനങ്ങൾ പണ്ട് കാലം മുതലുള്ള സാധനങ്ങളുണ്ട്. കൃത്യമായ കണക്കില്ല, രജിസ്റ്റർ ഇല്ല. സമരം അവസാനിപ്പിക്കാനാണ് നിങ്ങളൊന്ന് ആലോചിച്ചത്, ഇതിലാണോ ഇത് വടം വെച്ച് കെട്ടേണ്ടത്? ഇത്രയും അപ്പൊ എന്ത് സുരക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ? എല്ലാം എന്നുവെച്ചാൽ ഒരുപക്ഷെ ഇവിടെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഈ പ്രശ്നം പരിഹരിച്ച ഉടൻ സമരം ശക്തമാക്കും. ഇനി അതിന് മാത്രം മറ്റൊരു മാർഗവും ഇല്ല. കാരണം സമരം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് നടത്ത കൃത്യമായ ചൂലും ചാണകവെള്ളവും തീർച്ചയായിട്ടും നമ്മളിപ്പോ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മുരാരി ബാബു ഇവിടെ ഇരുന്നതാ. അയാളെ ഇപ്പൊ സസ്പെൻഷൻ ചെയ്തു. പക്ഷെ അയാൾ പോയ പുറകെ ഹരിപ്പാട് അമ്പലത്തിലെ എത്രത്തോളം സ്വർണം ബാക്കിയുണ്ടെന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന് അറിയാം, ഹരിപ്പാട്ടുകാർക്ക് അറിയണം. കൃത്യമായ കണക്കെടുക്കണം. അപ്പം പണ്ട് കമ്പവിളക്ക് പോയൊരു ക്ഷേത്രം കൂടിയാണ് ഹരിപ്പാട് ക്ഷേത്രം. അയ്യപ്പനി തുടങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, മഹാസംഗമം നടന്ന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളം കുടിച്ചു. അവിടുന്ന് തുടങ്ങിയ കുടിയാ. ഇത് അവസാനിപ്പിക്കണം, ഇതിന് നീതി ലഭിക്കണം. കാരണം കുറ്റക്കാരാരാണെങ്കിൽ അത് സർക്കാരാണ്. തീർച്ചയായിട്ടും. ശരി, ശരത്താണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണമാണ് കണ്ടത്. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നടത്തുന്നതിനിടയിലാണ് പോസ്റ്റ്, അത് പോലീസ് വടം കെട്ടിയ പോസ്റ്റാണ്. ആ പോസ്റ്റ് ഇങ്ങോട്ട് ചെരിഞ്ഞു. അതിപ്പോൾ വീഴാതെ താങ്ങി നിർത്തുകയാണ് പോലീസുകാരും പ്രതിഷേധക്കാരും ചേർന്ന്.